അർജുനെ കണ്ടെത്താനുള്ള മലയാളികളുടെ ആവേശം അപകടമായോ എന്ന ചോദ്യമുയരുകയാണ്. ഇന്ന് തിരച്ചിൽ നടക്കുന്ന ഇടത്തേക്ക് എല്ലാവർക്കും പ്രവേശനം നിഷേധിച്ചിരിക്കുകയാണ് അധികാരികൾ. അതേസമയം അർജുന്റെ കുടുംബാംഗമായ ജിത്തിന് മാത്രം പ്രവേശനം നൽകാൻ ഇടയുണ്ട് എന്നാണ് SP അറിയിച്ചിരിക്കുന്നത്. കേരളത്തിൽ നിന്നെത്തിയ ലോറി ഉടമയും രഞ്ജിത്ത് ഇസ്രയേലും അങ്ങോട്ട് പോകണ്ട എന്ന നിലപാടിലാണ്. സന്നദ്ധ പ്രവർത്തകരാരും അങ്ങോട്ടേക്ക് ചെല്ലണ്ട എന്ന നിലപാടും അധികാരികൾ പറയുന്നു. അർജുന്റെ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മറ്റു വിവാദങ്ങളിലേക്ക് ആരും പോകരുത് എന്ന ലോറി ഉടമയായ മനാഫ് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവരും വളരെ പ്രയാസപ്പെട്ടാണ് ആ ദുരന്തമുഖത്ത് അപകടം നടന്ന സ്ഥലത്ത് നിൽക്കുന്നത്. അധികാരികളുമായിട്ട് നിരന്തരം സമ്പർക്കം പുലർത്തുന്നുണ്ട് എന്നാണ് മനാഫ് പറയുന്നത്. പേപ്പർ വർക്കുകൾ അടക്കമുള്ള പല കാര്യങ്ങളും ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. കേരളത്തിൽ നിന്ന് ഇനി ആരും ദുരന്ത സ്ഥലത്തേക്ക് വരരുത് എന്നും മനാഫ് റിക്വസ്റ്റ് ചെയ്യുന്നു. 25 പേർക്കാണ് അത്ര അനുമതി ഉള്ളത്. ഇത്ര ആളുകൾ മതി. കേരളത്തിലുള്ളവർ കർണാടകയെ അപമാനിക്കുന്നു എന്ന തരത്തിലാണ് പ്രാദേശിക തലത്തിൽ വാർത്തകൾ വരുന്നത്. അർജുന്റെ വീട്ടുകാരുടെ വിഷമം ഇവിടെയുള്ള പലരും മനസ്സിലാക്കുന്നില്ല. വീട്ടുകാരെ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതി ഇതുവരെ പറയാത്തതാണ് എന്ന് മനാഫ് പറയുന്നു. ചിലപ്പോൾ അർജുൻ വണ്ടിക്ക് പുറത്തായിരിക്കും ഉണ്ടാവുക. അക്കാര്യത്തിൽ തനിക്ക് നല്ല സംശയമുണ്ട് എന്നാണ് ഇപ്പോൾ മനാഫ് പറയുന്നത്. അർജുനും ലോറിയും കരയിലില്ല എന്ന് ബംഗളൂരുവിലെ സൈനിക ആസ്ഥാനം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അർജുനും ലോറിയും ഗംഗാവലി പുഴയിലെ ചെളിക്കും മണ്ണിനും അടിയിൽ ഉണ്ടാകാമെന്നാണ് സൈന്യം നൽകുന്ന സൂചനകൾ. ആധുനിക റഡാർ സംവിധാനത്തോടെയും ISROയുടെ ഉപഗ്രഹ ചിത്രങ്ങളുടെ സഹായത്താലും കരയിലും വെള്ളത്തിലും ഒരേ സമയം തിരഞ്ഞുവെങ്കിലും 7ാം ദിവസവും നിരാശയായിരുന്നു ഫലം. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 12-നാണ് 15 മീറ്റർ ആഴത്തിൽ സിഗ്നൽ ലഭിക്കുന്ന റഡാർ എത്തിച്ചത്. തുടർന്ന് 8 മീറ്റർ താഴ്ചയിൽ നീളമുള്ള ലോഹവും പാറക്കല്ലും ഉണ്ട് എന്ന സിഗ്നൽ കിട്ടി. അർജുന്റെ ലോറിയും മുന്നിലുണ്ടായിരുന്ന കാറുമായിരിക്കാം എന്നായിരുന്നു കണക്കുകൂട്ടൽ. 3 സ്പോട്ടുകളിൽ 8 മീറ്ററിലായി മുഴുവൻ മണ്ണും വൈകിട്ട് 5 മണിയോടെ മാറ്റിയിട്ടും ഫലമുണ്ടായില്ല. പിന്നാലെ ഇന്നലത്തെ തിരച്ചിൽ നിർത്തുകയായിരുന്നു. അതേസമയം തീരത്ത് സിഗ്നൽ കണ്ടതിനെ തുടർന്ന് സൈന്യം ഇന്നലെ വൈകിട്ട് നദിയിലും പരിശോധന നടത്തി. പക്ഷേ പ്രയോജനകരമായ അല്ലെങ്കിൽ എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള ഒരു റിപ്ലൈ ലഭിച്ചില്ല. അതേസമയം രഞ്ജിത്ത് ഇസ്രയേൽ പറയുന്നത് അർജുനെ കണ്ടെത്താനുള്ള തിരച്ചിലുമായി കർണാടക സഹകരിക്കുന്നില്ല എന്നാണ്. കരയിൽ 80% ഭാഗത്തെ മണ്ണ് നീക്കിയുള്ള പരിശോധന മാത്രമാണ് പൂർത്തിയായതെന്ന് രഞ്ജിത്ത് പറയുന്നു. പോലീസും ജില്ലാ ഭരണകൂടവും സഹകരിക്കുന്നില്ല എന്നതാണ് രഞ്ജിത്ത് പറയുന്നത്. രക്ഷാദൌത്യത്തിനായി ആവശ്യപ്പെടുന്ന മെഷീനുകൾ നൽകുന്നില്ല. അർജുനായുള്ള തിരച്ചിൽ ശരിയായ ദിശയിലായിരുന്നെന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു ദിവസം കൊണ്ട് തീർക്കേണ്ട പണി 2 ദിവസം എടുത്താണ് കർണാടക തീർക്കുന്നതെന്ന് പറയുന്നു. അർജുനെ കാണാതെ 5ാം ദിവസം 3 മണിക്കാണ് താൻ സ്ഥലത്തെത്തുന്നത്. അന്ന് തന്നെ കർണാടക പോലീസ് തടഞ്ഞു. കളക്ടറുടെ പ്രത്യേക അനുമതി വാങ്ങിയാണ് രക്ഷാദൌത്യത്തിൽ പങ്കാളിയായത്. വ്യക്തമായ ചിത്രങ്ങളോ എന്താണ് ചെയ്തതോ എന്ന് പറയാൻ അന്നും പോലീസ് തയ്യാറായില്ല. എത്രത്തോളം മണ്ണ് നീക്കം ചെയ്തെന്ന് അറിയില്ല. അർജുനെ കണ്ടെത്താൻ ക്ഷമിച്ച് താൻ നിൽക്കുകയാണ്. ട്രക്ക് കണ്ടുപിടിക്കലാണ് എന്റെ ദൗത്യം, അല്ലാതെ കർണാടകയുടെ വനഭൂമിയോ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സോ അല്ല തകർക്കുന്നത്. ബോറിംഗ് മെഷീൻ ലഭിച്ചാൽ രക്ഷാദൌത്യം കൂടുതൽ വേഗത്തിൽ നടക്കുമെന്നാണ് രഞ്ജിത്ത് പറയുന്നത്. രഞ്ജിത്ത് ഇസ്രായേലിന്റെ രക്ഷാദൌത്യത്തിന്റെ ഭാഗമാക്കുന്നതിന് വേണ്ടി എന്നും കർണാടക പോലീസുമായി വാക്കേറ്റത്തിൽ ഏർപ്പെടേണ്ടി വരികയാണെന്ന് ലോറി ഉടമ മനാഫ് പറഞ്ഞു. അപകട സ്ഥലത്ത് നിന്ന് അതേസമയം ഒരു മൃതദേഹം ലഭിച്ചു എന്ന വാർത്തകളുമുണ്ട്. അതൊരു സ്ത്രീയുടെ മൃതദേഹമായിരുന്നു. അപകടം തടഞ്ഞതിന് 12 കിലോമീറ്റർ അകലെ നിന്നാണ് മൃതദേഹം ലഭിച്ചത്. ഇക്കാര്യം ഉത്തര കന്നഡ ജില്ലാ കളക്ടർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. മണ്ണിടിച്ചിലിൽ കാണാതെ സണ്ണി ഹനുമന്ത ഗൌഡയുടെ മൃതദേഹമാണ് ഇത് എന്നാണ് സംശയിക്കുന്നത്. ഇക്കാര്യം സ്ഥിരീകരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. അഴുകിയ നിലയിലാണ് മൃതദേഹം. 9 പേരാണ് ജലപ്രവാഹത്തിൽപ്പെട്ട് കാണാതായത്. ഇതിൽ 2 സ്ത്രീകളുടെ മൃതദേഹം ലഭിച്ചു. 7 പേർക്ക് പരിക്കേറ്റു. 6 വീടുകളും ഇവിടെ തകർന്നിട്ടുണ്ട്. എന്തായാലും മലയാളികളായ ആരെയും അകത്തേക്ക് കടത്തിവിടുന്നില്ല. സന്നദ്ധ പ്രവർത്തകരായ മലയാളികളെ ആരും അകത്തേക്ക് കടത്തിവിടുന്നില്ല. നേവി മാത്രം തിരച്ചിലിൽ ഏർപ്പെടുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തൊക്കെയായാലും ശരി, അർജുനെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് വേണ്ടി തന്നെ കാത്തിരിക്കുകയാണ് സകല മലയാളികളും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.